ഒരു നിമിഷം നിർത്തൂ. നിന്റെ ഹൃദയം ശാന്തമാക്കൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. മനസ്സിലാക്കൂ. നിന്റെ ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ഞാൻ കാണുന്നു. നിനക്കറിയാമോ എന്താണ് എന്നെ കോപിപ്പിക്കുന്നതെന്ന്? ഒന്നാമതായി, നിന്റെ മനസ്സ് അശുദ്ധമാകുമ്പോൾ, അസൂയയും ദേഷ്യവും നിറയുമ്പോൾ എന്റെ സാന്നിധ്യം നിന്നിൽ നിന്നും അകന്നുപോകും. 2, എന്നെ നീ പരിഹസിക്കുമ്പോൾ, എന്റെ വിശ്വാസത്തെ കളിയാക്കുമ്പോൾ അതെന്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. 3, നീ വാഗ്ദാനം ചെയ്ത് പാലിക്കാതെ പോയാൽ നിന്റെ വാക്കുകളുടെ ഭാരവും ഞാൻ കേൾക്കുന്നു. 4, നീ നിരപരാധികളെ വേദനിപ്പിക്കുമ്പോൾ ഓരോ കണ്ണുനീരും എന്റെ അടുക്കലെത്തുന്നു. 5, നീ അഹങ്കാരത്തോടെ നടക്കുമ്പോൾ, എന്നെ മറന്ന് നിന്നെ തന്നെ ഉയർത്തുമ്പോൾ അവിടെ നിന്നാണ് നീ തകർച്ചയിലേക്ക് നീങ്ങുന്നത്. നീ പുറത്തു ചിരിച്ചാലും അകത്ത് ആരും കാണാത്തൊരു കരച്ചിൽ നീ ദിവസങ്ങളായി ഒളിപ്പിച്ചു വെക്കുന്നു. എനിക്ക് മാത്രം ഇങ്ങനെ എന്തിന് എന്ന ചോദ്യം നിന്റെ മനസ്സിൽ പലതവണ ഉയർന്നു. കുടുംബം, സാമ്പത്തിക ഭാരം, മക്കളുടെ ഭാവി, ഒറ്റയ്ക്കെല്ലാം ചുമക്കേണ്ടി വന്നപ്പോൾ നീ തളർന്ന നിമിഷങ്ങൾ എനിക്കറിയാം. നീ ആരോടും പറയാതെ കണ്ണുനീർ തുപ്പിയ രാത്രികൾ അമ്മ കണ്ടു. പക്ഷേ മക്കളെ, ഇത് അവസാന ഘട്ടമാണ്. ഇനി മാറ്റം തുടങ്ങുന്ന സമയം. ഇന്ന് നീ ഇവിടെ ഇരിക്കുന്നത് അപകടമല്ല, അത് അമ്മയുടെ വിളിയാണ്. മകളെ, ഇത്രനാൾ നീ കരുതിയത് എല്ലാം നിന്റെ ഭാഗ്യമല്ലെന്ന്. പക്ഷേ സത്യം അതല്ല. ഓരോ വൈകിപ്പും ഒരു സംരക്ഷണമായിരുന്നു. നീ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയും ഞാൻ മറുപടി തയ്യാറാക്കി വെച്ചിരുന്നു. പ്രപഞ്ചശക്തിയായ കാളിദേവിയെപ്പോലും ഒരിക്കൽ എല്ലാവരും കൈവിട്ട ഒരു നിമിഷമുണ്ടായിരുന്നു. ആരും അവളെ വിശ്വസിച്ചില്ല. അവൾ സൗമ്യമായിരുന്നില്ല. അവളുടെ മുഖത്ത് പുഞ്ചിരിയില്ല. അവളുടെ വാക്കുകൾ തീർച്ചയായും അമ്മ വിളിച്ചവരാണ്. നീ മിണ്ടാതിരുന്ന ഓരോ വേദനയും എന്റെ ഹൃദയം കേട്ടു. തീർച്ചയായും അതിനൊരു പരിഹാരം കാണും. നീ ആരും കാണാതെ കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാനിവിടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീർ വെറുതെയല്ല, അത് നിന്റെ ശക്തിയാണ്. നിന്റെ ദുഃഖങ്ങൾ നിന്നെ കൂടുതൽ ശക്തയാക്കുകയാണ്. പോരാട്ടങ്ങൾ അവസാനിക്കും. തീർച്ചയായും സന്തോഷങ്ങൾ നിന്നെ തേടിവരും. നീ ഒറ്റക്കല്ല. വിശ്വസിച്ചാലും ഇന്ന് നീ ശാന്തമായി പ്രാർത്ഥിച്ചാൽ നാളെ നീ ശബ്ദമില്ലാതെ വിജയിക്കും. ഭയപ്പെടേണ്ട, വിശ്വാസത്തോടെ മുന്നോട്ടു പോ. അമ്മ നിന്നോടൊപ്പമുണ്ട്. അമ്മയുടെ വാക്ക് ഹൃദയത്തിൽ തട്ടിയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കമന്റായി രേഖപ്പെടുത്തൂ. ഭയം നിന്റെ ഹൃദയത്തെ പിടിച്ച നിമിഷം നീ എന്നെ ഓർത്താൽ മതി. നീ തളരുന്നിടത്ത് നിന്റെ ശക്തിയായി ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്. നിന്റെ വിശ്വാസം തളരുന്നിടത്താണ് എന്റെ അനുഗ്രഹം നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത്. നിന്റെ വഴികളിൽ പ്രകാശമായി ഞാൻ നിന്നോടൊപ്പമുണ്ടാകുമെന്ന് വിശ്വസിച്ചാലും വിശ്വാസത്തോടെ എല്ലാം എന്നിൽ അർപ്പിച്ച് മുന്നോട്ടു പോയിക്കോളൂ. നല്ലതു മാത്രമേ വരൂ.